മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ് LDF NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണായുധം. കുട്ടനാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന കേന്ദ്രമായ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് വേണ്ട വികസനം ഇല്ലാത്തതുമാണ് സ്ഥാനാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകളും 3 സ്ഥാനാർത്ഥികളും ഉയർത്തിക്കാണിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാവേലിക്കരയുടെ വികസനങ്ങൾക്ക് തടയിടുന്നു എന്ന ആക്ഷേപമാണ് നിലവിലെ MP കൊടിക്കുന്നിൽ സുരേഷ് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ സ്ഥലം ഒരു കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റിന് ഒരു കേന്ദ്ര വിദ്യാലയം വേണമെങ്കിൽ 5 ഏക്കർ കൊടുക്കണം. വേറെ അങ്ങനെയൊക്കെയുള്ള ഏത് പദ്ധതി വന്നാലും ഫ്രീ ഓഫ് കോസ്റ്റിൽ സംസ്ഥാന ഗവൺമെൻറ് സ്ഥലം പ്രൊവൈഡ് ചെയ്യണം. ഈ മാവേലിക്കര മണ്ഡലത്തിൽ അങ്ങനെ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യാനില്ല. ഉള്ളിടത്ത് തന്നെ എതിർപ്പുകളാണ്. വീണ്ടും ഇന്ത്യ സഖ്യമാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ESI കോർപ്പറേഷനിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ കഴിയും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾ ഇപ്പോൾ കുറിച്ചി ഹോമിയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റി. നമുക്ക് ഒരുപാട് കാര്യം ചോദിക്കണം. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനോട് സ്ഥലം തരാൻ പറയും. മണ്ഡലത്തിൽ റെയിൽവേ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. റെയിൽവേയിൽ ചെങ്ങന്നൂരാണ് ഇപ്പോൾ ശബരിമലയുടെ ഇടത്താവളം എന്ന നിലയിൽ കുറച്ച് ചെറിയ കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിൻ്റെ ഇടപെടിയിൽ വന്നെന്ന് തോന്നുന്ന ഒരു സ്ഥലം അത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിലവിലെ സ്റ്റേഷനുകളിലൊന്നും വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് റെയിൽവേ ഏറ്റവും ശക്തമാക്കണം. പിന്നെ നമ്മുടെ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടനാട് നമുക്കൊരു ഫാം ടൂറിസത്തിൻ്റെ സംവിധാനം, മൺട്രോത്തുരുത്ത് ഇതേപോലെയുണ്ട്, നമ്മുടെ പത്തനാപുരം, അങ്ങനെ തുടങ്ങി ആ ഒരു സാധനം ഞാനിന്ന് പഠിച്ചു വരികയാണ് ചെയ്യുന്നത്. കാർഷിക മേഖലയിൽ ഞങ്ങളിപ്പോൾ കുട്ടനാട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തവും അതാണ്. കാർഷിക മേഖലയിൽ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ സമഗ്രമായ റിപ്പോർട്ട് ഈ നാട്ടിൽ നമുക്ക് സാധ്യമാകണം. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കഷ്ടപ്പാടിലാണ്, കണ്ണീരിൻ്റെ നടുക്കാണ്. നമ്മളിപ്പോൾ LDF UDF ഒക്കെ ഈ നാട് മാറി മാറി ഭരിച്ചിട്ടും ഒരു വിഭാഗം ആളുകൾ ഇന്നും പട്ടിണി കിടക്കുകയാണ്. വളരെ മോശമാണ്, കഷ്ടമാണ് അവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ. പാവപ്പെട്ട ആളുകളെ, വീടില്ലാത്ത എത്രയോ ആളുകൾ ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ മറച്ചു വെച്ചിട്ട് കിടക്കുന്ന എത്രായിരം കുടുംബങ്ങൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ആ ബുദ്ധിമുട്ട് പരിഹരിച്ച് അവൻ്റെ കണ്ണീരൊപ്പയാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീടുകൾ കൊടുക്കണം, അവൻ്റെ ജീവിതാവസ്ഥ മെച്ചപ്പെടണം, അവന് വരുമാനം ഉണ്ടാകണം, മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവസരം അവർക്കുണ്ടാകണം. അതാണ് എൻ്റെ ഏറ്റവും നമ്പർ 1 മുൻതൂക്കം ഞാൻ കൊടുക്കുന്നത് അതിനാണ്.